വളരെ കറക്റ്റാണ് ഈ പറയുന്നത്. ഒന്ന് കണ്ടു നോക്കിയേ. ജനീഷിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇതേമാതിരി പല ഇതും തോന്നിയിട്ടുണ്ട്. ആ അടിക്കുന്ന ആ ഒരു ഡയലോഗ് ഒരു സൂപ്പർ ഡയലോഗ് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കിയാൽ അത് ഏഷ്യാനെറ്റുകാരും അത് എടുത്തത് പറയുന്നത്. ജനീഷ് മന്ത്രിയാകുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജനീഷിന്റെ ഒരു തണുക്കണം അല്ലേ? ജനീഷിന്റെ വാചകങ്ങളൊക്കെ പക്ഷേ ജനീഷ് നല്ല തగ్గടിക്കുന്നതാണ്. എനിക്കറിയാം ചില പ്രതികരണങ്ങളിലൊക്കെ വലിയ ശബ്ദത്തിനും വലിയ ഇതൊന്നും ആയിരിക്കും, പക്ഷെ അടിക്കുന്ന നല്ല മൂർച്ചയുള്ള ഇന്നലെ ആലോചിച്ചുകൊണ്ട് എന്താണെന്നറിയോ, ഇപ്പൊ നമ്മൾ പല വിഷ്ണുനാഥായാലും മറ്റുള്ളവരെ കുറിച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ. പക്ഷേ ജനീഷ് കാര്യത്തിൽ ജനീഷ് ഒരു രാഷ്ട്രീയ നേതാവിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ മെസ്സി വിവാദത്തിൽ ഒരു 5-6 വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളോട് തീർച്ചയായിട്ടും ജനീഷ് സംസാരിച്ചു. പക്ഷെ എത്ര കൃത്യമായി ആ പോയിന്റ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ദിവസം പറയുന്നത് ജനീഷ് ഇത്ര നന്നായി കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പറയുക എന്നുള്ളത് നമ്മളൊരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഷാർപ്പായി തോന്നിയ ഒരു പ്രതികരണം കൊടുത്തത് പറഞ്ഞ മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൽ സ്പോൺസർ ഇടയ്ക്കിടെ വെല്ലുവിളികൾ നടത്താറുണ്ടല്ലോ. അത്തരമൊരു വെല്ലുവിളിയെ കുറിച്ച് ജനീഷിനോട് റിയാലിറ്റി ഷോ അല്ല, നല്ല കുറിയ വാചകങ്ങൾ വളരെ മൂർച്ചയോടെ പറയുന്നവരും അതുപോലെ തന്നെ തമാശ പറയുന്നവരും ജനീഷ് അധികം നമ്മൾ കേൾക്കാത്ത